ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സതീഷ് ചന്ദ്രയുടെ മിഡീവൽ ഇന്ത്യയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യയും ലോകവും എന്നുള്ളത്. അതിൽ നമ്മൾ ആദ്യം യൂറോപ്പിലെ മധ്യകാലഘട്ടത്തിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇനി അക്കാലത്തെ ജന്മിത്വത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് നോക്കാം. റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു പുത്തൻ സമൂഹവും ഭരണ സംവിധാനവും വളർന്നു വന്നു. നമ്മൾ പറഞ്ഞു റോമ സാമ്രാജ്യം തകർന്നു എന്നുള്ള കാര്യം അല്ലേ. ഈ തകർച്ചയ്ക്ക് ശേഷം പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു പുത്തൻ സമൂഹവും ഭരണ സംവിധാനവും വളർന്നു വന്നു. ക്രമേണ രൂപപ്പെട്ടു വന്ന ഈ ഒരു പുതിയ സംവിധാനം ജന്മിത്വം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു പുത്തൻ സമൂഹവും ഭരണ സംവിധാനവും വളർന്നു വന്നു. ഇതിനെ ജന്മിത്വം എന്ന പേരിൽ അറിയപ്പെട്ടു. ഫ്യൂഡലിസം അഥവാ ജന്മിത്വം എന്ന പദം ആവിർഭവിച്ചത് ലാറ്റിൻ പദമായിട്ടുള്ള ഫ്യൂഡത്തിൽ നിന്നാണ്. ഈ പദത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഫീഫ് അഥവാ ഫെഫ്, ഇനാം നിലം എന്നാണ് അതിൻ്റെ അർത്ഥം. ജന്മിത്വത്തിൽ ഏറ്റവും ശക്തമായ ഘടകം വളരെ വിസ്തൃതമായ ഭൂമിയും സൈനിക ശേഷിയും സർക്കാരിൽ പ്രമുഖ സ്ഥാനവുമുള്ള അധികാരികൾ അല്ലെങ്കിൽ ചീഫുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫ്യൂഡലിസം എന്ന പദം ആവിർഭവിച്ചത് ലാറ്റിൻ പദമായിട്ടുള്ള ഫ്യൂഡത്തിൽ നിന്നാണ്. പദത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഫെഫ് അഥവാ ഇനാം നിലം എന്നതാണ്. അപ്പോൾ ജന്മിത്വത്തിലെ ഏറ്റവും ശക്തമായ ഘടകം വളരെ വിസ്തൃതമായ ഭൂമിയും സൈനിക ശേഷിയും സർക്കാരിൽ പ്രമുഖ സ്ഥാനവുമുള്ള അധികാരികളാണ്, അതായത് ചീഫുകളാണ്. കൂടുതൽ ശക്തനായ ഒരു ജന്മിയുടെ സ്ഥാനം മാത്രമാണ് രാജാവിനുള്ളത്. കാലാന്തരത്തിൽ രാജാധിപത്യം ശക്തമാവുകയും അധികാരികളുടെ അധികാരങ്ങൾ നിയന്ത്രിക്കപ്പെടുകയും ചെയ്തു. രാജാക്കന്മാർ അധികാരികളെ തങ്ങളുടെ ദാസന്മാരാക്കി വിധേയത്വ പ്രതിജ്ഞ എടുപ്പിക്കുകയും പ്രതിഫലമായി അധികാരികളുടെ കൈവശമുള്ള നിലം അവരുടെ ഇനാം നിലമായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. ഇതായിരുന്നു ആ ഒരു കാലത്തെ രീതി എന്ന് പറഞ്ഞാൽ. അപ്പം രാജാധിപത്യം ശക്തമായി മാറി, അധികാരികളുടെ അധികാരങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. രാജാക്കന്മാരെന്ത് ചെയ്തു? അധികാരികളെ തങ്ങളുടെ ദാസന്മാരാക്കി വിധേയത്വ പ്രതിജ്ഞ എടുപ്പിക്കുകയും പ്രതിഫലമായി അധികാരികളുടെ കൈവശമുള്ള നിലം അവരുടെ ഇനാം നിലമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അധികാരികൾ തങ്ങളുടെ കീഴാളരായി സഹ അധികാരികളെ നിയമിക്കുകയും ഇനാം നിലത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് വിഭജിച്ച് നൽകുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞത്. അധികാരികൾ തങ്ങളുടെ കീഴാളരായിട്ട് സഹ അധികാരികളെ നിയമിക്കുകയും ഇനാം നിലത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് വിഭജിച്ച് നൽകുകയും ചെയ്തു. ഇപ്പം രാജാധികാരം നിഷേധിക്കുന്നവരുടെ ഇനാം നിലങ്ങൾ പിടിച്ചെടുക്കാൻ രാജാവിന് അധികാരമുണ്ട്. എങ്കിലും പലപ്പോഴും ഇത് പ്രാവർത്തികമാക്കാൻ പറ്റിയിരുന്നില്ല. രാജാവിനെ നിഷേധിക്കുന്നവരുടെ ഇനാനിലങ്ങൾ പിടിച്ചെടുക്കാൻ രാജാവിന് അധികാരമുണ്ട്, പക്ഷേ പല സമയത്തും അത് സാധിച്ചിരുന്നില്ല. ജന്മിത്വ വ്യവസ്ഥയിലെ ഭൂവുടമകളായ പ്രഭുക്കളാണ് സർക്കാരിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇതൊരിക്കലും പൂർണ്ണമായ ഭൂപ്രഭുത്വ വാഴ്ച ആയിരുന്നില്ല. വിപുലമായ കാഴ്ചപ്പാടിൽ ഇത് ജന്മിത്വ വ്യവസ്ഥയായിരുന്നു. ഈ വ്യവസ്ഥയും തുർക്കികൾ മധ്യേഷ്യയിലും രജപുത്ര ഇന്ത്യയിലും ആവിഷ്കരിച്ച സാമൂഹിക ഭരണ സംവിധാനങ്ങളും തമ്മിൽ ധാരാളം സാദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം വിപുലമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇതൊരു ജന്മിത്വ വ്യവസ്ഥയായിരുന്നു. ഈ വ്യവസ്ഥയും തുർക്കികൾ മധ്യേഷ്യയിലും രജപുത്ര ഇന്ത്യയിലും ആവിഷ്കരിച്ച സാമൂഹിക ഭരണ സംവിധാനങ്ങളും തമ്മിൽ ധാരാളം സാദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമ്പ്രദായം വികസിച്ചതോടുകൂടി പാരമ്പര്യത്തിലും സാഹചര്യത്തിലും വിവിധ രീതിയിൽ വിവിധ രാജ്യങ്ങളിൽ വ്യവസ്ഥകൾ നിലവിൽ വരാൻ തുടങ്ങി. യൂറോപ്പിലെ ജന്മിത്വ സമുദായത്തിന് മറ്റ് രണ്ട് സവിശേഷതകൾ കൂടി ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എന്തായിരുന്നു? അടിയായ്മ സമ്പ്രദായമായിരുന്നു. തൻ്റെ തൊഴിൽ മാറ്റം വരുത്താനും ഒന്നാമത്തേത് അടിയായ്മ സമ്പ്രദായമായിരുന്നു. തൻ്റെ തൊഴിലിൽ മാറ്റം വരുത്താനോ താമസിക്കുന്ന പ്രദേശം വിട്ട് മറ്റിടങ്ങളിൽ മാറി താമസിക്കാനോ യജമാനൻ്റെ അല്ലെങ്കിൽ പ്രഭുവിൻ്റെ സമ്മതം കൂടാതെ വിവാഹം കഴിക്കാനോ ഒരു അടിയാന് കഴിയുമായിരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു അടിയായ്മ സമ്പ്രദായം ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു. അപ്പോൾ തൻ്റെ തൊഴിലിൽ മാറ്റം വരുത്താനോ താമസിക്കുന്ന പ്രദേശം വിട്ട് മറ്റിടങ്ങളിൽ മാറി താമസിക്കാനോ യജമാനൻ്റെ അല്ലെങ്കിൽ പ്രഭുവിൻ്റെ സമ്മതം കൂടാതെ വിവാഹം കഴിക്കാനോ ഒരു അടിയാന് കഴിയുമായിരുന്നില്ല. ഇതോടനുബന്ധിച്ചുള്ളതായിരുന്നു മാനർ അഥവാ ജന്മി വസ്തു സമ്പ്രദായം എന്ന രീതി.
അപ്പോൾ മാനർ എന്നത് പ്രഭു താമസിക്കുന്ന ഗൃഹമോ കോട്ടയോ ആയിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ കോട്ടകളിലെ പ്രഭുക്കൾക്ക് വിപുലമായ ഭൂപ്രദേശം സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം തൻ്റെ അടിയാന്മാരെ ഉപയോഗിച്ച് പ്രഭു നേരിട്ട് കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. അടിയാന്മാർക്ക് സ്വന്തം നിലങ്ങളിലും യജമാൻ്റെ കൃഷിയിടങ്ങളിലുമായി ജോലി സമയം പങ്കിടേണ്ടത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, തൻ്റെ തൊഴിലിൽ മാറ്റം വരുത്താനോ താമസിക്കുന്ന പ്രദേശം വിട്ട് മറ്റിടങ്ങളിൽ മാറി താമസിക്കാനോ യജമാനൻ്റെ അല്ലെങ്കിൽ പ്രഭുവിൻ്റെ സമ്മതം കൂടാതെ വിവാഹം കഴിക്കാനോ ആർക്ക് പറ്റിയിരുന്നില്ല? ഒരു അടിയാന് പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ളതായിരുന്നു മാനർ അഥവാ ജന്മിവസ്തു സമ്പ്രദായം എന്നുള്ള രീതി. അപ്പോൾ മാനർ എന്നത് പ്രഭു താമസിക്കുന്ന ഗൃഹമോ കോട്ടയോ ഒക്കെയാണ് മാനർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ കോട്ടകളിലെ പ്രഭുക്കൾക്ക് വിപുലമായ ഭൂപ്രദേശം സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം തൻ്റെ അടിയാന്മാരെ ഉപയോഗിച്ച് പ്രഭു നേരിട്ട് കൃഷി നടത്തി. അടിയാന്മാർക്ക് സ്വന്തം നിലങ്ങളിലും യജമാൻ്റെ കൃഷിയിടങ്ങളിലുമായി ജോലി സമയം പങ്കിടേണ്ടത് ഉണ്ടായിരുന്നു. തത്വത്തിൽ കൃഷിഭൂമി മുഴുവൻ ആരുടേതാണ്? പ്രഭുവിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ അടിയാന്മാർ വിളവുകളും ബാധ്യതകളോടൊപ്പം തന്നെ കൊടുത്തു തീർക്കേണ്ടത് ഉണ്ടായിരുന്നു. ക്രമസമാധാനം, നീതി നിർവഹണം മുതലായ ഉത്തരവാദിത്തങ്ങളും പ്രഭുവിന് ഉണ്ടായിരുന്നു. നിയമരാഹിത്യം നിലനിന്നിരുന്നത് കൊണ്ട് സ്വതന്ത്ര കർഷകർ പോലും സംരക്ഷണത്തിന് പകരമായി പ്രഭുക്കളുടെ മേലായ്മ അംഗീകരിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? അടിയാന്മാർക്ക് സ്വന്തം നിലയിലും യജമാൻ്റെ കൃഷിയിടങ്ങളിലുമായിട്ട് ജോലി സമയം പങ്കിടണം. അപ്പോൾ തത്വത്തിൽ കൃഷിഭൂമി മുഴുവൻ ആരുടേതാണ്? പ്രഭുവിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ഈ അടിയാന്മാർ വിളവുകളും ബാധ്യതകളോടൊപ്പം കൊടുത്തു തീർക്കേണ്ടത് ഉണ്ടായിരുന്നു. ക്രമസമാധാനം, നീതി നിർവഹണം മുതലായ ഉത്തരവാദിത്തങ്ങളും ആരുടേതായിരുന്നു? പ്രഭുവിൻ്റേതായിരുന്നു. അപ്പോൾ നിയമരാഹിത്യം നിലനിന്നിരുന്നത് കൊണ്ട് സ്വതന്ത്ര കർഷകർ പോലും സംരക്ഷണത്തിന് പകരമായി പ്രഭുക്കളുടെ മേൽക്കോയ്മ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയായ്മയും മാനസ് സമ്പ്രദായവും ജന്മിത്വത്തിൻ്റെ മൗലികമായ ഘടകങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ അവ നിലവിലില്ലാതിരുന്ന സമൂഹങ്ങളിൽ ജന്മിത്വത്തെക്കുറിച്ച് പറയുന്നത് തെറ്റാണെന്നും ചില ചരിത്രകാരന്മാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അടിയായ്മയും മാനസ് സമ്പ്രദായവും ജന്മിത്വത്തിൻ്റെ മൗലികമായ ഘടകങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ അവ നിലവിലില്ലാതിരുന്ന സമൂഹങ്ങളിൽ ജന്മിത്വത്തെക്കുറിച്ച് പറയുന്നത് തെറ്റാണെന്നും ചില ചരിത്രകാരന്മാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇന്ത്യയിൽ അടിയായ്മയോ മാനസ് സമ്പ്രദായമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രാദേശിക ഭൂവുടമകൾ അഥവാ സാമന്തര് ജന്മിമാരുടെ പല അധികാരങ്ങളും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കർഷകർ അവർക്ക് അധീനപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർഷക സമൂഹം സ്വതന്ത്രരായിരുന്നോ എന്നതല്ല, മറിച്ച് ഏതളവ് വരെ അല്ലെങ്കിൽ ഏതു രീതിയിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉപയോഗിക്കാമായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ പല പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിലും 14-ാം നൂറ്റാണ്ടിന് ശേഷം പ്രഭുസ്വത്ത് സമ്പ്രദായവും കൂലി ബാധ്യതാ വ്യവസ്ഥയും അപ്രത്യക്ഷമായി. പല പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിലും 14-ാം നൂറ്റാണ്ടിന് ശേഷം പ്രഭുസ്വത്ത് സമ്പ്രദായവും കൂലി ബാധ്യതാ വ്യവസ്ഥയും അപ്രത്യക്ഷമാവാൻ തുടങ്ങി. അപ്പോൾ യൂറോപ്പിലെ ജന്മിത്വ വ്യവസ്ഥയുടെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈനിക സംഘടനാ സമ്പ്രദായമായിരുന്നു. ഒന്നാമത്തെ സവിശേഷത നമ്മൾ പറഞ്ഞു അടിയായ്മ സമ്പ്രദായം, രണ്ടാമത്തത് സൈനിക സംഘടനാ സമ്പ്രദായമായിരുന്നു. ജന്മിത്വ വ്യവസ്ഥയുടെ അന്നത്തെ പ്രതീകം കുതിരപ്പുറത്തിരുന്ന ആയുധധാരിയായ വീരയോദ്ധാവായിരുന്നു. യഥാർത്ഥത്തിൽ യൂറോപ്പിലെ അശ്വസേനാ സമ്പ്രദായം 8-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം റോമൻ കാലഘട്ടത്തിൽ കരസേനയുടെ മുഖ്യ വിഭാഗങ്ങൾ വലിയ കുന്തങ്ങളേന്തിയ ഉഗ്ര സൈന്യവും ചെറിയ വാളുകളേന്തിയ ലഘു സൈന്യവുമാണ്. സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന രഥങ്ങൾ വലിക്കാൻ അവർ കുതിരകളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറബികളുടെ വരവോടുകൂടിയാണ് യുദ്ധരീതികൾക്ക് മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ ധാരാളം കുതിരകളുണ്ടായിരുന്ന അറബികളുടെ വേഗമേറിയ മുന്നേറ്റങ്ങളും കുതിരപ്പുറത്തിരുന്ന യോദ്ധാക്കളും കാലാൾ സേനയെ നിഷ്ഫലമാക്കി മാറ്റി. പുതിയ യുദ്ധരീതിക്ക് ആവശ്യമായ സംഘടിത ശേഷി വികസിപ്പിക്കുന്നതും നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യൂറോപ്പിലെ ജന്മിത്വത്തിൻ്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് യുദ്ധരീതിക്ക് ആവശ്യമായിട്ടുള്ള സംഘടിത ശേഷി വികസിപ്പിക്കുന്നതും നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യൂറോപ്പിലെ ജന്മിത്വത്തിൻ്റെ വളർച്ചയെ
സഹായിച്ചു. അപ്പം തൻ്റെ മാത്രം വിഭവങ്ങൾ ഉപയോഗിച്ച് വിപുലമായ അശ്വസേനയെ നിലനിർത്തുന്നതിനെയും അവർക്കാവശ്യമായ ആയുധങ്ങൾ നൽകുന്നതിനെയും കുറിച്ച് ചിന്തിക്കാൻ ഒരു രാജാവിനും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് സൈന്യത്തെ വികേന്ദ്രീകരിക്കുകയും രാജാവിന് വേണ്ടി ഒരു നിശ്ചിത കാലാൾ സേനയെ നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്ക് കൊടുത്തു? പ്രാദേശിക അധികാരികൾക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് യൂറോപ്പിലെ ജന്മിത്ത വ്യവസ്ഥയുടെ രണ്ടാമത്തെ സവിശേഷത എന്നാൽ സൈനിക സംഘടനാ സമ്പ്രദായമായിരുന്നു. ജന്മിത്ത വ്യവസ്ഥയുടെ അന്നത്തെ പ്രതീകം കുതിരപ്പുറത്തിരുന്ന ആയുധധാരിയായ വീര യോദ്ധാവായിരുന്നു. യഥാർത്ഥത്തിൽ യൂറോപ്യൻ അശ്വസേന യുദ്ധ സമ്പ്രദായം 8-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം റോമൻ കാലഘട്ടത്തിൽ കരസേനയുടെ മുഖ്യ വിഭാഗങ്ങൾ വലിയ കുന്തങ്ങളേന്തിയ ഉഗ്ര സൈന്യവും ചെറിയ വാളുകളേന്തിയ ലഘു സൈന്യങ്ങളുമായിരുന്നു. അപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന രഥങ്ങൾ വലിക്കാൻ അവർ കുതിരകളെ ഉപയോഗിച്ചു. അറബികളുടെ വരവോട് കൂടിയാണ് യുദ്ധരീതിയിൽ മാറ്റമുണ്ടായത് എന്നാണ് പൊതുവായിട്ടുള്ള ധാരണ. അപ്പോൾ ധാരാളം കുതിരകളുണ്ടായിരുന്ന അറബികളുടെ വേഗമേറിയ മുന്നേറ്റങ്ങളും കുതിരപ്പുറത്തിരുന്ന യോദ്ധാക്കളും കാലാൾ സേനയെ നിഷ്ഫലമാക്കാൻ തുടങ്ങി. പുതിയ യുദ്ധരീതിക്ക് ആവശ്യമായ സംഘടിത ശേഷി വികസിപ്പിക്കുന്നതും നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യൂറോപ്പിൽ ജന്മിത്തത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. അപ്പം തൻ്റെ മാത്രം വിഭവങ്ങൾ ഉപയോഗിച്ച് വിപുലമായ അശ്വസേനയെ നിലനിർത്തുന്നതിനെയും അവർക്കാവശ്യമായ ആയുധങ്ങൾ നൽകുന്നതിനെയും കുറിച്ച് ചിന്തിക്കാൻ ഒരു രാജാവിനും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൈന്യത്തെ വികേന്ദ്രീകരിക്കുകയും രാജാവിന് വേണ്ടി ഒരു നിശ്ചിത കാലാൾ സേനയെ നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്ക് കൊടുത്തു? പ്രാദേശിക അധികാരികൾക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അല്പം പഴയതെങ്കിലും 2 കണ്ടുപിടുത്തങ്ങൾ അശ്വസേന യുദ്ധത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ എന്താണ്? ഇരുമ്പ് കൊണ്ടുള്ള ജീനിച്ചുവടാണ്. അപ്പം ധാരാളം ആയുധങ്ങൾ ധരിച്ച ഒരു സൈനികന് കുതിരപ്പുറത്ത് നിന്നും വീണു പോവാതെ സവാരി നടത്താൻ ഇരുമ്പ് ജീനിച്ചുവടുകൾ സഹായകമായിട്ടുണ്ട്. അപ്പം ശരീരത്തോട് ചേർത്ത് വെച്ച കുന്തങ്ങളുമായി കുതിരപ്പുറത്ത് നിന്നും വീണു പോകാതെ ശക്തമായി ആക്രമിക്കുന്നതിന് അശ്വസൈനികനെ സഹായിക്കുന്നവയായിരുന്നു ഈ ജീനിച്ചുവടുകൾ. മുമ്പ് ഇതിന് പകരം ഉപയോഗിച്ചിരുന്നത് മരം കൊണ്ടുള്ള ജീനിച്ചുവടോ കാൽ വയ്ക്കാനുള്ള കയറ് കഷ്ണങ്ങളോ ആയിരുന്നു. ഇത്തരം അശ്വസൈന്യത്തിൻ്റെ ആക്രമണം നേരിടുക കാലാൾ സൈന്യത്തിന് വിഷമകരമായിരുന്നു. മുമ്പത്തേതിന് ഇരട്ടി ഭാരം വലിക്കാൻ കുതിരകളെ പ്രാപ്തമാക്കുന്ന പടക്കുതിരക്കോപ്പുകളാണ് രണ്ടാമത്തെ കണ്ടുപിടുത്തം. അതായത് മുമ്പത്തേതിൻ്റെ ഇരട്ടി ഭാരം വലിക്കാൻ കുതിരകളെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള പടക്കുതിരക്കോപ്പുകളാണ് രണ്ടാമത്തെ കണ്ടുപിടുത്തം. അപ്പോൾ ഈ 2 കണ്ടുപിടുത്തങ്ങളും യൂറോപ്പിലേക്ക് എത്തിച്ചത് പൗരസ്ത്യ നാടുകളിൽ നിന്നാണ്. ഒരു പക്ഷേ പൂർവേഷ്യയിൽ നിന്നാണെന്നും ഇന്ത്യയിലെ 10-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവ പ്രചരിച്ചിരുന്നു എന്നുമൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അല്പം പഴയതെങ്കിലും 2 കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അശ്വസേന യുദ്ധത്തിൽ. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത് ഇരുമ്പ് കൊണ്ടുള്ള ജീനിച്ചുവടാണ്. അപ്പോൾ ധാരാളം ആയുധങ്ങൾ ധരിച്ച ഒരു സൈനികന് കുതിരപ്പുറത്ത് നിന്നും വീണു പോവാതെ സവാരി നടത്താൻ ഇരുമ്പ് ജീനിച്ചുവടുകൾ സഹായിച്ചു. ശരീരത്തോട് ചേർത്ത് വെച്ച കുന്തങ്ങളുമായി കുതിരപ്പുറത്ത് നിന്നും വീണു പോകാതെ ശക്തമായി ആക്രമിക്കുന്നതിന് അശ്വസൈനികനെ സഹായിക്കുന്നവയായിരുന്നു ഈ ജീനിച്ചുവടുകൾ. അപ്പോൾ മുമ്പ് ഇതിന് പകരം ഉപയോഗിച്ചിരുന്നത് മരം കൊണ്ടുള്ള ജീനിച്ചുവടുകളോ കാല് വയ്ക്കാനുള്ള കയറ് കഷ്ണങ്ങളോ ആയിരുന്നു. അപ്പോൾ ഇത്തരം അശ്വസൈന്യത്തിൻ്റെ ആക്രമണം നേരിടുക കാലാൾ സൈന്യത്തിന് വിഷമകരമായി തീർന്നു. മുമ്പത്തേതിൻ്റെ ഇരട്ടി ഭാരം വലിക്കാൻ കുതിരകളെ പ്രാപ്തമാക്കുന്ന പടക്കുതിരക്കോപ്പുകളാണ് രണ്ടാമത്തെ കണ്ടുപിടുത്തം. അപ്പോൾ ഈ 2 കണ്ടുപിടുത്തങ്ങളും യൂറോപ്പിലേക്ക് എത്തിച്ചത് പൗരസ്ത്യ നാടുകളിൽ നിന്നാണ്. അപ്പോൾ ഒരു പക്ഷേ പൂർവേഷ്യയിൽ നിന്നാണെന്നും ഇന്ത്യയിൽ 10-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവ പ്രചരിച്ചിരുന്നു എന്നുമുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ യൂറോപ്പിൽ ജന്മിത്ത വ്യാപനത്തിന് രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായുള്ള പല ഘടകങ്ങളും കാരണമാകുന്നുണ്ട്. 11-ാം നൂറ്റാണ്ടിന് ശേഷം ശക്തമായ സർക്കാരുകൾ നിലവിൽ വന്നപ്പോൾ പോലും രാജാക്കന്മാർക്ക് ജന്മിമുഖ്യന്മാരുടെ അധികാരങ്ങൾ കുറവ് ചെയ്യാൻ കഴിയാത്ത വിധം പാരമ്പര്യം അത്ര ശക്തമായിരുന്നു. അതായത് 11-ാം നൂറ്റാണ്ടിന് ശേഷം ശക്തമായ സർക്കാരുകൾ നിലവിൽ വന്നപ്പോൾ പോലും രാജാക്കന്മാർക്ക് ജന്മിമുഖ്യന്മാരുടെ അധികാരങ്ങൾ കുറവ് ചെയ്യാൻ കഴിയാത്ത വിധം പാരമ്പര്യം അത്രത്തോളം ശക്തമായിരുന്നു. അപ്പോൾ ജന്മിത്ത സമ്പ്രദായത്തിന് പുറമെ ക്രിസ്തീയ സഭകളും മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ ജീവിതചര്യകൾ നിയന്ത്രിക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബൈസാന്റിയൻ സാമ്രാജ്യത്തിലും റഷ്യയിലും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയ്ക്കുണ്ടായിരുന്ന പങ്ക് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അതായത് ക്രിസ്തീയ സഭകൾക്ക്
യൂറോപ്പിൻ്റെ ജീവിതചര്യകൾ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുണ്ടായിരുന്നു. പശ്ചിമദേശത്ത് ശക്തമായ സർക്കാരുകളുടെ അഭാവത്തിൽ സർക്കാരിൻ്റെ ചില പ്രവൃത്തികൾ കത്തോലിക്ക സഭകൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. മാർപ്പാപ്പ മതമേലധികാരി മാത്രമായിരുന്നില്ല, രാഷ്ട്രീയവും സദാചാരപരവുമായ അധികാരങ്ങൾ കൂടി കൈയാളുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഇന്ത്യയിലും പശ്ചിമേഷ്യയിലും എന്ന പോലെ മധ്യകാലഘട്ടം മതങ്ങളുടെ യുഗമായി മാറുകയും മതങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവർ പ്രബലമായ സ്വാധീനവും ശക്തിയും നേടുകയും ചെയ്തു. അപ്പോൾ രാജാക്കന്മാരിൽ നിന്നും ജന്മിമുഖ്യന്മാരിൽ നിന്നും ലഭിച്ച കരമൊഴിവായ ഭൂമിയുടെയും സമ്പന്ന വണിക്കുകളിൽ നിന്ന് ലഭിച്ച സംഭാവനകളുടെയും സഹായത്തോടെ ധാരാളം പുരോഹിത മഠങ്ങളും പുരോഹിത മതവ്യവസ്ഥകളും നിലവിൽ വന്നു. അപ്പോൾ രാജാക്കന്മാരിൽ നിന്നും ജന്മിമുഖ്യന്മാരിൽ നിന്നും ലഭിച്ച കരമൊഴിവായ ഭൂമിയുടെയും സമ്പന്ന വണിക്കുകളിൽ നിന്ന് ലഭിച്ച സംഭാവനകളുടെയും സഹായത്തോടു കൂടി ധാരാളം പുരോഹിത മഠങ്ങളും പുരോഹിത മതവ്യവസ്ഥകളും നിലവിൽ വന്നു. ഇതിലെ ഫ്രാൻസിസ്കൻ പോലെയുള്ള ചില വ്യവസ്ഥകൾ അവശരെയും ദരിദ്രരെയും സഹായിച്ചു. പല സന്യാസി മഠങ്ങളും വൈദ്യസഹായം നൽകുകയും സഞ്ചാരികൾക്ക് ആശ്രയം നൽകുകയും ചെയ്തു. അവ പഠനത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ യൂറോപ്പിലെ സാംസ്കാരിക ജീവിതത്തിൽ അക്കാലത്ത് കത്തോലിക്ക സഭകൾ നിർണായകമായ പങ്കുവഹിച്ചു. അപ്പോൾ ജന്മിത്ത സമ്പ്രദായത്തിന് പുറമെ ക്രിസ്തീയ സഭകളും മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിലെ ജീവിതചര്യകളെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈസാന്റിയൻ സാമ്രാജ്യത്തിലും റഷ്യയിലും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയ്ക്കുണ്ടായിട്ടുള്ള പ്രാധാന്യം നമുക്കറിയാം അല്ലേ. അപ്പോൾ പശ്ചിമദേശത്ത് ശക്തമായ സർക്കാരുകളുടെ അഭാവത്തിൽ സർക്കാരിൻ്റെ പ്രവൃത്തികൾ ആരെ ഏറ്റെടുത്തു? കത്തോലിക്ക സഭകൾ ഏറ്റെടുത്തു. മാർപ്പാപ്പ ആര് മാത്രമായിരുന്നില്ല, മതമേലധികാരി മാത്രമായിരുന്നില്ല, രാഷ്ട്രീയവും സദാചാരവുമായ അധികാരങ്ങൾ കൈയാളുന്ന വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ ഇന്ത്യയിലും പശ്ചിമേഷ്യയിലും എന്ന പോലെ തന്നെ മധ്യകാലഘട്ടം മതങ്ങളുടെ യുഗമായിട്ട് മാറുകയും മതങ്ങൾക്ക് വേണ്ടി സംസാരിച്ചവർ പ്രബലമായ സ്വാധീനവും ശക്തിയും നേടുകയും ചെയ്തു. അപ്പോൾ രാജാക്കന്മാരിൽ നിന്നും ജന്മിമുഖ്യന്മാരിൽ നിന്നും ലഭിച്ച കരമൊഴിവായ ഭൂമിയുടെയും സമ്പന്ന വണിക്കുകളിൽ നിന്ന് ലഭിച്ച സംഭാവനകളുടെയും സഹായത്തോടെ ധാരാളം പുരോഹിത മഠങ്ങളും പുരോഹിത മതവ്യവസ്ഥകളും നിലവിൽ വന്നു. അപ്പോൾ ഇതിലെ ഫ്രാൻസിസ്കൻ പോലുള്ള ചില വ്യവസ്ഥകൾ അവശരെയും ദരിദ്രരെയും സഹായിച്ചു. പല സന്യാസി മഠങ്ങളും വൈദ്യസഹായം നൽകുകയും സഞ്ചാരികൾക്ക് ആശ്രയം നൽകുകയും ചെയ്തു. അവ പഠനത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ യൂറോപ്പിലെ സാംസ്കാരിക ജീവിതത്തിൽ അക്കാലത്ത് കത്തോലിക്ക സഭകൾ വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. അതേസമയം ചില സന്യാസി മഠങ്ങൾ വളരെ സമ്പന്നമാവുകയും ഭൂപ്രഭുക്കളെ പോലെ പെരുമാറുകയും ചെയ്തു. ഇത് ആഭ്യന്തര ഭിന്നതകൾക്കും സഭകളുടെയും മാർപ്പാപ്പയുടെയും ലോക അംഗീകാരത്തെ എതിർത്ത അധികാരികളുമായും സംഘടനത്തിന് വഴിതെളിച്ചു. ഇത് ആഭ്യന്തര ഭിന്നതകൾക്കും സഭകളുടെയും മാർപ്പാപ്പയുടെയും ലോക അംഗീകാരത്തെ എതിർത്ത അധികാരികളുമായിട്ടും സംഘടനത്തിന് വഴിതെളിച്ചു. സഭകളും യൂറോപ്പിലെ സർക്കാരുകളുമായിട്ടുള്ള സംഘടനകൾ യൂറോപ്പിന് പുറത്തുള്ള പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഇത്രയുമാണ് ജന്മിത്വത്തിൻ്റെ വളർച്ച എന്ന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി അറബികളുടെ ലോകമാണ്, അതായത് അറബികളുടെ ലോകത്ത് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.